നമസ്കാരം. വാർത്താവിചാരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഏറ്റവും അധികം പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ഒരു മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അതിന് ഇന്ന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയനെതിരെ ഉയരാത്ത ആരോപണങ്ങൾ ഒരു ദിവസം പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. PV അൻവർ തുറന്നുവിട്ട ഭൂതം അതിങ്ങനെ CPMനെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെയും പിടികൂടിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയപ്പെടുന്നത് അദ്ദേഹം കൊടുത്ത ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്തിനാണ് അത്തരത്തിലൊരു അഭിമുഖം കൊടുത്തത് എന്നും ആ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല പുറത്തു വന്നത് എന്നും ഹിന്ദു എന്ന് പറയപ്പെടുന്ന പത്രത്തിൽ കൊടുത്ത അഭിമുഖവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഒരേ ഒരു പേര് PR ഏജൻസിയാണ്. എന്താണ് PR ഏജൻസി? ആരാണ് ആ PR ഏജൻസിയെ ഏർപ്പെടുത്തിയത്? അതിനകത്ത് പറയുന്നത് കെയ്സൺ എന്ന് പറയപ്പെടുന്ന PR ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് കെയ്സൺ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് ചെയ്യുന്ന PR ഏജൻസിയുമായി മുഖ്യമന്ത്രിക്ക് ബന്ധം എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ഒന്നിന് പിന്നാലെ ഒന്നായി CPMന് ഇപ്പോൾ കഷ്ടകാലമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. CPMന് മാത്രമല്ല കേട്ടോ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത് കഷ്ടകാലമാണ്. കുത്തക മുതലാളിമാരുടെ മുഖം മിനുക്കുന്ന കെയ്സൺ എന്ന PR ഏജൻസിയുമായി നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്താണ് ബന്ധം? മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ ദ ഹിന്ദു ദിനപത്രം മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയതോടെ ഈ ചോദ്യമാണിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയർന്നു കേൾക്കുന്നത് എന്ന് പറയാം. ദേശീയ ദിനപത്രമാണല്ലോ ഹിന്ദു. ആ ഹിന്ദുവിന് PR ഏജൻസിയായിട്ടുള്ള കെയ്സൺ മുഖ്യമന്ത്രിയുടെ അഭിമുഖം വാഗ്ദാനം ചെയ്യുന്നു. ഇത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് കോൺഗ്രസ് നേതാക്കളടക്കം പറയുന്നുമുണ്ട്. ദിനപത്രങ്ങൾക്ക് അഭിമുഖം വാഗ്ദാനം ചെയ്യാൻ മാത്രം വില കുറഞ്ഞ ഉൽപ്പന്നമാണോ മുഖ്യമന്ത്രി എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യങ്ങൾ വരെ. ഈ സാഹചര്യത്തിൽ എല്ലായിടത്തും ഉയർന്നു കേൾക്കുന്ന ഒരേ ഒരു പേര് അല്ലെങ്കിൽ ഒരൊറ്റ പേര് കെയ്സൺ. ആരാണ് കെയ്സൺ? എന്താണ് ഈ കമ്പനി ചെയ്യുന്നത്? ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ പറയുന്നത് പ്രകാരം ഇന്ത്യ ഒട്ടാകെ വേരുകളുള്ള ഒരു പബ്ലിക് റിലേഷൻസ് ഡിജിറ്റൽ മീഡിയ ഏജൻസിയാണ് കെയ്സൺ എന്നാണ് പറയപ്പെടുന്നത്. അതിൽ എന്താണ് വാസ്തവം? അതായത് ഒരു സ്ഥാപനത്തെയോ വ്യക്തിയെയോ കുറിച്ചുള്ള ആളുകളുടെ പൊതുധാരണകളെ വിവിധ മാർഗങ്ങളിലൂടെ സ്വാധീനിക്കുകയാണ് ഇതുപോലുള്ള PR ഏജൻസികൾ പലപ്പോഴും ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രശസ്തി അല്ലെങ്കിൽ ഇമേജ് ഇതൊക്കെ വർദ്ധിപ്പിക്കുക, ഇത്തരം ഒരു സ്ഥാപനവുമായി ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുക, ഇമേജ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ചെയ്യുമ്പോൾ കേരള മുഖ്യമന്ത്രിക്ക് എന്താണ് ബന്ധം എന്നതാണ് ഉയരുന്ന ഒരു സംശയം പോലും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ച ഒരു ഏജൻസിക്ക് വേണ്ടി ദ ഹിന്ദു നടത്തിയ PR എക്സസൈസാണ് ഇതെന്ന് ദേശീയ ദിനപത്രത്തിൻ്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് പലപ്പോഴും പല മാധ്യമ പ്രവർത്തകരടക്കം പറയുന്നുണ്ട്. ഹിന്ദു പത്രത്തിനായി അഭിമുഖമെടുത്ത ശോഭന നായർക്കൊപ്പം എന്തുകൊണ്ടാണ് ഈ PR-കാരുടെ സാന്നിധ്യമെന്ന് പലപ്പോഴും അതേ മാധ്യമപ്രവർത്തകർ ആരായുന്നുമുണ്ട്. പലർക്കും സംശയങ്ങളുണ്ടാകാം. അധികാരത്തിൽ വരാൻ PR ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ള ചർച്ചകളിലേക്ക് വീണ്ടും വഴിവെക്കുന്നതാണ് ഈ നീക്കമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം മുഖ്യമന്ത്രിയുടെ അഭിമുഖം വാഗ്ദാനം ചെയ്തുകൊണ്ട് PR ഏജൻസിയുമായി കെയ്സണാണ് തങ്ങളെ സമീപിച്ചതെന്ന് ദ ഹിന്ദുവിൻ്റെ വിശദീകരണം വരികയും ചെയ്തു. അതായത് സെപ്റ്റംബർ മാസം 29 രാവിലെ 9 മണിക്ക് കേരള ഹൗസിൽ വെച്ച് തങ്ങളുടെ മാധ്യമപ്രവർത്തക മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്തിയെന്നും PR ഏജൻസിയുടെ 2 പ്രതിനിധികളൊപ്പം ഉണ്ടായിരുന്നുവെന്നും ദേശീയ ദിനപത്രം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ട് അത് വിശദീകരിക്കുകയാണ്. ഏകദേശം 30 മിനിറ്റ് നീണ്ടു നിന്ന ഒരു ഇൻ്റർവ്യൂ. സ്വർണ്ണക്കടത്ത്, ഹവാല ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾപ്പെടുത്താൻ ഇതിലൊരു PR പ്രതിനിധി പിന്നീട് ആവശ്യപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുവാനുള്ള അപേക്ഷ രേഖാമൂലം നൽകി. ഇതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇപ്പോൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർ തന്നെ പറയുകയും അതിനുശേഷം അതല്ല എന്ന് തള്ളിപ്പറയുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം എന്തുകൊണ്ടുണ്ടായി? ഇത് അതേപടി ഉൾപ്പെടുത്തിയത് മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എങ്കിൽ കൂടിയും അതവർ അഭിമുഖത്തിൽ പറയാത്ത കാര്യം ഉൾപ്പെടുത്തിയിൽ ഖേദപ്രകടനം കൂടി ഇപ്പോൾ ദ ഹിന്ദു നടത്തിയിട്ടുമുണ്ട്. മലപ്പുറത്തിനെതിരെ ഹിന്ദു ദിനപത്രത്തിൽ തൻ്റേതായി വന്ന അഭിമുഖം തെറ്റാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതിലെ പരാമർശങ്ങൾ കോഴിക്കോട്ട് പൊതുയോഗത്തിൽ ആവർത്തിച്ചു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അഭിമുഖത്തിൽ മലപ്പുറം വിരുദ്ധ പരാമർശം വന്നതിനെക്കുറിച്ച് വ്യക്തത വരുത്തണമെന്ന് പത്രത്തോട് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള PM മനോജ് ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഈ അഭിമുഖം സംഘടിപ്പിച്ച കെയ്സൺ എന്ന PR ഏജൻസിയുടെ പ്രതിനിധി എഴുതി നൽകിയതാണ് ഈ പരാമർശമെന്ന് പത്രം അതുകൊണ്ട് വിശദീകരണം നൽകുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് കേരള പോലീസ് 150 കിലോ സ്വർണവും 123 കോടിയുടെ ഹവാല പണവും പിടികൂടിയിട്ടുണ്ട് എന്നും ഈ പണം അത്രയും കേരളത്തിലേക്ക് വരുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എന്നും RSSനോട് CPMന് മൃദു സമീപനം എന്നത് സ്വർണവും ഹവാലയും പിടികൂടിയ
ഞങ്ങളുടെ സർക്കാരിനെതിരായിട്ടുള്ള പ്രതികരണം മാത്രമാണ് എന്നാണ് ഹിന്ദുവിൽ ഈ മുഖ്യമന്ത്രിയുടേതായിട്ട് വന്ന അഭിമുഖത്തിൽ പറഞ്ഞത് എന്നുള്ളതാണ്. അതാണ് ഏതാണ്ട് ഇതേ കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കോഴിക്കോട് എന്ന പൊതുപരിപാടിയിലും ആവർത്തിച്ചത് എന്നുള്ളതാണ്. കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റി നിർമ്മിച്ച AKG ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കരിപ്പൂർ വിമാനത്താവളം എന്ന് പറയപ്പെടുന്നത് മലപ്പുറത്തായതിനാൽ അവിടെ പിടിക്കുന്ന കേസുകൾ ആ ജില്ലയുടെ കണക്കിലാണ് പറയുക എന്ന് വിശദീകരിച്ച മുഖ്യമന്ത്രി പക്ഷേ അത് ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നു എന്ന അഭിമുഖത്തിലെ പരാമർശത്തിൽ മൗനം പാലിക്കുകയും ചെയ്തു. എന്നാൽ നേരത്തെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം തന്നെ വിശദീകരിച്ച സ്വർണ്ണക്കടത്തിൻ്റെയും ഹവാലപ്പണം പിടികൂടിയതിൻ്റെയും കണക്കുകൾ ഉയർത്തിയായിരുന്നു മലപ്പുറം വിമർശനം അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതായത് സ്വർണ്ണക്കടത്തും ഹവാലപ്പണവും പറഞ്ഞതുകൊണ്ടാണ് പലരും പലതും വിളിച്ചു പറയുന്നത് എന്നും ഞങ്ങളുടെ സർക്കാർ കാട്ടിയ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കേണ്ടതിന് പകരം അവമതിപ്പുളവാക്കുകയാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോൾ അത് പറയുമ്പോൾ അത് രാജ്യസ്നേഹമാണോ എന്നൊരു ചോദ്യവും അദ്ദേഹം ഉയർത്തി ചോദിക്കുന്നുണ്ട്. അതായത് ഹവാലപ്പണം പിടികൂടുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് പിടികൂടുന്നു, എന്നിട്ടും അത് പുറം ലോകത്തേക്ക് അറിയിക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്നവർ രാജ്യസ്നേഹമുള്ളവരാണോ എന്നൊരു ചോദ്യം കൂടി പിണറായി വിജയൻ ചോദിച്ചു വയ്ക്കുന്നുണ്ട്. ഈ കരിപ്പൂർ വിമാനത്താവളം മലപ്പുറത്താണ്. അതിനാൽ തന്നെ അതുവഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസ് മലപ്പുറത്ത് രേഖപ്പെടുത്തുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം പല കണക്കുകൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. 2020 147.79 കിലോ സ്വർണ്ണമാണ് പിടികൂടി. ഇതിൽ കരിപ്പൂർ വഴി മാത്രം കടത്തിയത് 124.47 കിലോ. ആ വിമാനത്താവളം വരുന്ന മലപ്പുറത്താണ് അത് രേഖപ്പെടുത്തുന്നത്. 2021 കോവിഡ് കാലമായതിനാൽ അതിൽ വലിയ കേസുണ്ടായില്ല. അന്ന് അത്രത്തോളം പിടിപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം 2021 വിമാനങ്ങളൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. 2022 73.33 കിലോ കരിപ്പൂരിൽ പിടിക്കുന്നു. 2023 32.83 കിലോ പിടിക്കുന്നു. 2024 17 കിലോയിലധികം പിടിക്കുന്നു. ഹവാല പണം എന്ന് പറയപ്പെടുന്ന ഏകദേശം 122 കോടി പിടിച്ചതിൽ 87 കോടിയും മലപ്പുറത്തു നിന്നാണ് എന്നുള്ളതാണ്. ഇതൊക്കെ കണക്കുകളാണ് അദ്ദേഹം നിരത്തുന്നത്. സ്വർണ്ണക്കടത്ത്, ഹവാല എന്നിവ നാടിൻ്റെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പറയുന്നു. തെറ്റായ പ്രചരണമുണ്ടായപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കണക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി ഈ വാദത്തിൽ പറയുന്നത്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഹിന്ദു പത്രം എൻ്റെ ഒരു അഭിമുഖം ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ എടുത്തിരുന്നു. താൻ പറയാത്ത ചില ഭാഗങ്ങൾ അവർ ആ അഭിമുഖത്തിൽ കൊടുക്കുന്ന നില വന്നു. വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഓഫീസിൽ നിന്ന് അവർക്ക് കത്തയച്ചു. വീഴ്ച പറ്റി എന്നാണ് അവർ സമ്മതിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മതവിഭാഗത്തെയോ ജില്ലയെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്ന സമീപനം തൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോഴും അഭിമുഖത്തിൽ വന്നത് മുഖ്യമന്ത്രി നേരിട്ട് പറയുന്ന കാര്യങ്ങളല്ല എന്ന് സമ്മതിക്കുകയും ഖേദപ്രകടനം നടത്തുകയും ചെയ്യുമ്പോഴും വിവാദ പരാമർശം സ്വയം എഴുതി ചേർത്തതല്ലെന്നും ദ ഹിന്ദു പത്രം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതെന്തുകൊണ്ട്, അതെങ്ങനെ? പത്രം ആവശ്യപ്പെട്ടത് പ്രകാരമല്ല മുഖ്യമന്ത്രി അഭിമുഖം അനുവദിച്ചത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രമുഖ PR ഏജൻസിയായിട്ടുള്ള കെയ്സൺ പത്രത്തെ സമീപിക്കുന്നു. കേരള ഹൗസിൽ അരമണിക്കൂർ നീണ്ട അഭിമുഖം എടുക്കുമ്പോൾ PR ഏജൻസിയുടെ 2 പേരും ആ ലേഖികയ്ക്കൊപ്പം എത്തുന്നു. അവരിലൊരാളാണ് അഭിമുഖത്തിൽ ചേർക്കാൻ മലപ്പുറത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ എഴുതി നൽകിയതെന്നാണ് പത്രമടക്കം പറയുന്നത്. അപ്പോൾ CPM RSS അന്തർധാരയുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ നടന്ന അഭിമുഖത്തിൽ മുസ്ലിം വിരുദ്ധമെന്ന ആക്ഷേപമുയരുവാനും ആളിക്കത്തുവാനും ഇടയുള്ള പരാമർശങ്ങളാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നുള്ളതാണ്. ആ അഭിമുഖത്തിലെ വിവാദ ഭാഗം നൽകിയത് PR ഏജൻസിയാണ് എന്ന് കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സ്വർണ്ണക്കടത്താകട്ടെ, ഹവാല പരാമർശങ്ങളാകട്ടെ, ഇതൊക്കെ വാർത്താ സമ്മേളനത്തിലാണ് എന്ന് പറഞ്ഞ് PR ഏജൻസി ഇത് പ്രസിദ്ധീകരണത്തിൽ നൽകുകയും ചെയ്തു. ഇത് മുഖ്യമന്ത്രിയുടേതായി പ്രസിദ്ധീകരിച്ചതിൽ പത്രത്തിന് തെറ്റുപറ്റിയെന്നും ഖേദം പ്രകടിപ്പിക്കുമെന്നും ഹിന്ദുവിൻ്റെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടും ആ ഔദ്യോഗിക വിശദീകരണത്തിൽ തൃപ്തരാകുന്നുണ്ടോ? കാരണം ഈ പത്രമാധ്യമമായിട്ടുള്ള ഹിന്ദുവിൽ വന്ന അഭിമുഖത്തിന് പിന്നാലെ കേരളക്കര ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ കത്തുന്നൊരു സ്ഥിതിവിശേഷത്തിൽ അഭിമുഖത്തിനുള്ളിൽ മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു. കേരള രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയമാകുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നു. ഇതിലെ അപകടം പരിഹരിക്കാനായിട്ട് ഹിന്ദു പത്രത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കത്തയച്ച പ്രസ് സെക്രട്ടറി പിണറായി വിജയനെ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരു ഊരാക്കുടുക്കിലേക്കാണ് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അതായത് ആ മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമാകുമ്പോഴും ഇവിടെ മുഖ്യമന്ത്രിയുടെ PR ഏജൻസി എന്ന വാക്കാണ് ഇപ്പോൾ കൂടുതലായിട്ട് മാധ്യമങ്ങൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വിവാദമായിട്ടുള്ള ആ പരാമർശം അഭിമുഖത്തിനുള്ളിൽ കൊടുക്കണമെന്ന് PR ഏജൻസി പറയുന്നു. അവരത് പറഞ്ഞു എന്ന് മാത്രമല്ല, വിവാദ പരാമർശം ഉൾപ്പെടുത്താൻ ഹിന്ദുവിനുമേൽ PR ഏജൻസിയുടെ രേഖാമൂലമുള്ള സമ്മർദ്ദമുണ്ടായി എന്നുകൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. അപ്പോൾ പ്രസ് സെക്രട്ടറി ഇപ്പോൾ ആരെയാണ് വിവാദ നായകനാക്കി മാറ്റുന്നത്? ഇവിടെ
പിണറായി വിജയനെ തന്നെയാണ്. കൂടെയുള്ളവർ തന്നെ കുതികാൽ വെട്ടുന്ന കാലത്തിലേക്ക് പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഹിന്ദുവിൻ്റെ ഒരു വിശദീകരണത്തോടെയൊക്കെ വിഷയം സർക്കാരിനും മുഖ്യമന്ത്രിക്കും തന്നെയാണ് വൻ തിരിച്ചടിയായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതോടെ വംശീയ ചുവയുള്ള ഒരു പരാമർശം രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബോധപൂർവം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാദഗതികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടികളിൽ നിന്നൊക്കെ കരകയറാനുള്ള ഉദ്ദേശത്തിൽ രാഷ്ട്രീയ ലൈൻ മാറ്റാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും മുഖ്യമന്ത്രി പലപ്പോഴും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി മലപ്പുറത്തെ ബന്ധപ്പെടുത്തി സ്വർണ്ണക്കടത്ത് പരാമർശങ്ങൾ നടത്തിയതെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ആ അഭിമുഖത്തിൽ ചോദ്യമോ മറുപടിയുമോ ഉണ്ടാകാതിരുന്ന മലപ്പുറം സ്വർണ്ണക്കടത്ത് എന്ന് പറയപ്പെടുന്ന വിഷയം പിന്നീട് തിരികെ കയറ്റിയതാണ് എന്ന് കൂടി ഇപ്പോൾ വ്യക്തമാകുമ്പോൾ അത് കൂടുതൽ ദുരൂഹമാവുകയല്ലേ? PV അൻവർ ഉണ്ടാക്കിയ വിവാദങ്ങളുടെ മറപറ്റി മുസ്ലിം പ്രീണനമെന്ന ആക്ഷേപത്തിൽ നിന്ന് പുറത്തു കടക്കുകയും CPMൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ ഹിന്ദു വിഭാഗങ്ങളെ ആകർഷിക്കുകയുമാണ് പാർട്ടിയുടെ ഇനിയുള്ള തന്ത്രമെന്നും റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിൽ സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രി മാത്രമല്ല, പലപ്പോഴും തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ പലരും പയറ്റാറുണ്ട്. ആ തന്ത്രങ്ങൾ എന്തുകൊണ്ട് പയറ്റുന്നു? ഇടവേളയ്ക്ക് ശേഷം. തിരഞ്ഞെടുപ്പ് തിരിച്ചടികളിൽ നിന്ന് കരകയറാനുള്ള ഉദ്ദേശത്തിൽ രാഷ്ട്രീയ ലൈൻ മാറ്റാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി മലപ്പുറത്തെ ബന്ധപ്പെടുത്തി സ്വർണ്ണക്കടത്ത് പരാമർശങ്ങൾ നടത്തിയെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മൾ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് അത്തരത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സമീപനം മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ ആ ചോദ്യം പ്രസക്തമാക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ രാഷ്ട്രീയങ്ങളുടെ വോട്ട് ബാങ്കുകൾ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് പലപ്പോഴും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മലപ്പുറം സ്വർണ്ണക്കടത്ത് വിഷയം പിന്നീട് തിരുക്കി കയറ്റിയതാണെന്ന് പറയപ്പെടുമ്പോഴും PV അൻവർ ഉണ്ടാക്കിയ വിവാദങ്ങളുടെ മറപറ്റി മുസ്ലിം പ്രീണനമെന്ന ആക്ഷേപത്തിൽ നിന്ന് പുറത്തു കടക്കുകയും CPMൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കായിട്ടുള്ള ഹിന്ദു വിഭാഗങ്ങളെ ആകർഷിക്കുകയുമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് മറ്റൊന്നും കാണേണ്ട ആവശ്യമില്ല. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്ര ബോധപൂർവമായിട്ട് PR ഏജൻസികളുടെ ഇടപെടലിലൂടെ രാഷ്ട്രീയ നയങ്ങൾ രൂപപ്പെടുത്തുന്ന സംഭവം മറനീക്കി പുറത്തു വരുന്നത് ഇതാദ്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കെയ്സൺ എന്ന PR ഏജൻസിയുടെ CEO ആയിട്ടുള്ള നിഖിൽ പവിത്രനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അയാളൊരു മലയാളിയാണ്. PRDയും വിപുലമായ അനുബന്ധ സംവിധാനങ്ങളുള്ള സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കായിട്ട് എങ്ങനെയാണ് കെയ്സൺ രംഗപ്രവേശനം ചെയ്തത് എന്നതിലാണ് വ്യക്തതയില്ലാത്തത്. ഈ അഭിമുഖത്തിൻ്റെ സമയത്തെല്ലാം കെയ്സൻ്റെ 2 പ്രതിനിധികൾ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ ഹിന്ദുവിനെ ബന്ധപ്പെട്ടത് തന്നെ ഈ PR ഏജൻസിയാണ് എന്ന് വ്യക്തമായതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഭരണം നിയന്ത്രിക്കുന്നത് PR ഏജൻസികളാണ് എന്ന് നിയമസഭയിലടക്കം പ്രതിപക്ഷ നേതാക്കൾ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം ശരിവയ്ക്കപ്പെടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പെട്ടുപോവുകയാണ്. മുഖ്യമന്ത്രി ഇത്തരമൊരു വിവാദത്തിൽ അകപ്പെട്ടതോടുകൂടി CPM നേതൃത്വം കുഴഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹിന്ദുവിൽ വന്ന വാർത്തയെക്കുറിച്ച് ചാനലുകളിൽ വിശദീകരിക്കുമ്പോൾ CPM നേതാക്കൾ പ്രസ് സെക്രട്ടറിയുടെ വിശദീകരണം പുറത്തു വന്നതോടെ ആശയക്കുഴപ്പത്തിലാവുകയാണ്. എന്നാൽ അവരെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിരിക്കുന്നത് ഹിന്ദു നൽകിയ വിശദീകരണമാണ്. ഹിന്ദു നൽകിയത് എന്താണ്? ഞങ്ങൾ ചോദിക്കാത്ത ചോദ്യങ്ങൾ പക്ഷേ PR ഏജൻറ്റുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടി വന്നു എന്നാണ്. ഇതോടുകൂടിയാണ് കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ്. മലപ്പുറത്ത് സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട് എന്നും അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നാണല്ലോ മുഖ്യമന്ത്രിയുടെ പരാമർശം. ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിമർശനത്തിനെതിരെ അല്ലെങ്കിൽ ആ പരാമർശത്തിനെതിരെ വളരെ വലിയ വിമർശനവുമായിട്ടൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം രംഗത്ത് വന്നു. എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാമർശമെന്ന് വ്യക്തമാക്കണമെന്ന് VD സതീശൻ ചോദിച്ചു. കാരണം ദില്ലിയിലെ സംഘപരിവാർ ഏമാന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമെന്ന് മുഖ്യമന്ത്രി നടത്തുന്നത്. RSSൻ്റെ ബാന്ധവം പുറത്തായതിൻ്റെ ജാള്യത മറയ്ക്കുവാനുള്ള ശ്രമമാണെന്നൊക്കെ VD സതീശൻ രാഷ്ട്രീയപരമായിട്ടുള്ള വിശദീകരണം നടത്തുന്നുണ്ട്. അതിനകത്ത്
പക്ഷേ സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ മലപ്പുറത്തെത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കുള്ളതാണ് എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം ദില്ലിയിലെ സംഘപരിവാർ ഏമന്മാരെ സന്തോഷിപ്പിക്കാനുള്ളതാണ് എന്ന് പറയപ്പെടുന്ന ആ വാദഗതിയുണ്ടല്ലോ, അത് ശ്രദ്ധേയമാണ്. നിയമസഭയ്ക്കകത്തോ പുറത്തോ ഇതുവരെ പറയാത്ത കാര്യമാണ് ദില്ലിയിൽ വെച്ച് ദേശീയ മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് സതീശൻ പറയുമ്പോൾ അത് എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വെളിപ്പെടുത്തലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടതല്ലേ? ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സ്വർണ്ണക്കടത്തിലൂടെ പണം ലഭിച്ചെങ്കിൽ അവർക്കെതിരെ എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാരും പോലീസും സ്വീകരിച്ചത് എന്ന് പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കില്ലേ? മുഖ്യമന്ത്രി പറയുന്നതാണ് ശരിയെങ്കിൽ അത് ഗൗരവ സ്വഭാവമുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇത്രനാളും ഇക്കാര്യം മറച്ചു വച്ചതിന് ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മാത്രം നൽകി ഒതുക്കേണ്ട വിഷയമല്ല ഇതെന്ന് സതീശനെ പോലുള്ള പ്രതിപക്ഷ നേതാക്കൾ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുമല്ലേ? സംഘപരിവാരുമായി സംഘപരിവാരുമായി മുഖ്യമന്ത്രിക്കും CPM-നുമുള്ള അവിശുദ്ധമായിട്ടൊരു ബാന്ധവമുണ്ട്. ആ ബാന്ധവം പ്രതിപക്ഷം തുറന്നു കാട്ടിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ വരുന്നത് എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് RSS ബാന്ധവം പുറത്തായതിൻ്റെ ജാള്യത മറയ്ക്കുവാനുള്ള പരിചയമായി മാത്രമേ മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ കാണാനാകുന്നു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അതായത് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ പറുദീസയായി കേരളം മാറുന്നുവെന്ന അടിയന്തര പ്രമേയത്തിന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവതരണാനുമതി തേടിയത് താനാണെന്നുകൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്വർണ്ണത്തിൽ നിന്നുള്ള നികുതി വെട്ടിപ്പിനെക്കുറിച്ച് അന്ന് നിയമസഭയിൽ പലവട്ടം പറയുകയും ചെയ്തു. സ്വർണ്ണക്കടത്തിന് സർക്കാരിൻ്റെയും CPM-ൻ്റെയും സഹായമുണ്ടെന്നുകൂടി പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ ഈ അവസരത്തിൽ സതീശൻ ചെയ്യുന്നത്. പക്ഷെ അന്നൊന്നും പറയാതിരുന്ന ഒരു കാര്യമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ആ ദേശീയ മാധ്യമത്തോട് വെളിപ്പെടുത്തിയത് എന്നുള്ളതാണ്. അങ്ങനെ ആ വെളിപ്പെടുത്തൽ ശരിയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്ന് സതീശൻ പറയുന്നതിനെ നമുക്ക് ചിലപ്പോൾ ന്യായീകരിക്കേണ്ടി വരും. കാരണം അദ്ദേഹമാണ് ഇവിടെ പറയാതെ അങ്ങ് ഡൽഹിയിൽ ദേശീയ മാധ്യമങ്ങളോട് ഇത്തരത്തിലുള്ളൊരു വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഹിന്ദു ദിനപത്രത്തിൽ വന്ന വാർത്ത വലിയ ചർച്ചയാകുമ്പോൾ CPM-ൻ്റെ ഉൾപ്പെടെ ഇടതുപക്ഷ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ലേഖികയ്ക്ക് അഭിമുഖം നൽകുവാനും മുഖ്യമന്ത്രി പിണറായി വിജയന് PR ഏജൻസിയുടെ സഹായം വേണ്ടി വന്നു എന്ന് പറയപ്പെടുന്ന വലിയ വിവാദമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ PR ഏജൻസിക്ക് ആരാണ് പണം നൽകുന്നത് എന്നുള്ള ചർച്ച അതിപ്പോൾ വളരെ സജീവമായിട്ട് നടക്കുകയാണ്. വരും ദിവസങ്ങളിലൊക്കെ വിവരാവകാശ ചോദ്യവുമായി ഇത് സർക്കാരിന് മുന്നിൽ എത്താൻ പോവുകയാണ്. PR ഏജൻസിയുമായി സർക്കാരിന് ബന്ധമില്ലെന്ന മറുപടി വന്നാൽ അത് വിവാദത്തെ പുതിയ തലത്തിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇന്ത്യൻ PR മേഖലയിൽ പ്രവർത്തിക്കുന്ന ആഗോള ബ്രാൻഡാണ് ഈ കേസൻ ഗ്ലോബൽ എന്ന് പറയപ്പെടുന്നത്. ഇന്ത്യയിലും വിദേശത്തും സാന്നിധ്യമുള്ള കേസൻ ഗ്ലോബൽ എന്ന പബ്ലിക് റിലേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഇടപാടുകാരിൽ വേദാന്ത, നാസ്കോം ഫൗണ്ടേഷൻ തുടങ്ങിയ ഒട്ടേറെ സ്ഥാപനങ്ങൾ അവരുടെ കൂട്ടത്തിലുണ്ട്. മാർക്കറ്റിംഗ് PR രംഗങ്ങളിൽ അനുഭവ പരിചയമുള്ള വിനീത് ഖാണ്ഡെയാണ് അവരുടെ നേതൃത്വത്തിലാണ് 2008 ആരംഭിച്ച ഒരു കമ്പനി ഇന്ത്യയിൽ ഒരു വൻപൻ കമ്പനിയായി രൂപീകരിക്കപ്പെടുകയായിരുന്നു. കമ്പനി പ്രസിഡന്റ് മലയാളിയുമായ നിഖിൽ പവിത്ര എന്ന് പറയപ്പെടുന്ന മുംബൈയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. 2018 വൈസ് പ്രസിഡന്റ് പദവിയിൽ കേസിലെത്തിയ നിഖിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് അതിൻ്റെ പ്രസിഡൻ്റായത്. ഈ കമ്പനിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ PR വിവാദത്തിൽ കൊണ്ട് കുടുക്കിയിരിക്കുന്നത്. ഹിന്ദു പത്രത്തിലെ മലപ്പുറ പരാമർശം എന്ന് പറയപ്പെടുന്നത് വിവാദമാകുമ്പോൾ അതിനെക്കുറിച്ച് പലപ്പോഴും പലതും പറയുന്നുണ്ട്. അതുമാത്രമല്ല, മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇത് താൻ പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് ഹിന്ദു പത്രത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഹിന്ദു എല്ലാം PR ഏജൻസിയുടെ തലയിലിട്ടിട്ട് മാപ്പും പറഞ്ഞ് അവരവരുടെ തല ഊരുകയാണ്. പക്ഷേ ഇതിനൊന്നും PR ഏജൻസി എന്ന് പറയപ്പെടുന്ന ഏജൻസിയെ തള്ളിപ്പറയാൻ ഹിന്ദു പത്രത്തെ മുഖ്യമന്ത്രി തള്ളിപ്പറയും, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളിപ്പറയും, മുഖ്യമന്ത്രിയുടെ ഓഫീസ് സെക്രട്ടറി തള്ളിപ്പറയും. പക്ഷേ അപ്പോഴും PR ഏജൻസിയെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് ചോദ്യങ്ങൾ ഉയരുന്നത്. സാധാരണ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള നേതാക്കളുമായോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായോ ഒക്കെ സംസാരിച്ചിട്ട് ഒരു അഭിമുഖത്തിനുള്ള സമയം കണ്ടെത്തുക എന്നാണ് ഒരു പഴയ രീതി. സാധാരണ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ചിലപ്പോഴെല്ലാം ഓഫീസിൽ നിന്നും നേരിട്ടും മാധ്യമങ്ങളെ ഇത്തരത്തിൽ ബന്ധപ്പെടാറുണ്ട്. ഇത്തവണ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് സൗകര്യമൊരുക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് ഒരു അഭിമുഖത്തിന് സൗകര്യമൊരുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ സ്ഥാപനത്തെ ഒരു PR ഏജൻസി സമീപിച്ചു എന്നതാണ് അഭിമുഖത്തിൽ പറഞ്ഞതിന് പുറമേ ഇതിനകത്ത് എന്തുകൂടി ഉൾപ്പെടുത്തണമെന്ന് പറയുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നത്. ഇത് വിവാദമാകുന്ന എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് സൗകര്യമൊരുക്കി കൊടുക്കുന്നത് PR ഏജൻസിയാണ്. എന്നിട്ട് ആ PR ഏജൻസി നടത്തുന്നത് എന്താണ്? അവരുടെ ആ അഭിമുഖത്തിനുള്ളിൽ റിലയൻസിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടി ഇതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്നത്. ഇവിടെ നമുക്കറിയാം, കേരളത്തിലെ പ്രളയമുണ്ട്, വയനാട് പുനരധിവാസമുണ്ട്, എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെതായി ദുബായിലെ ഖലീജ് ടൈംസിൽ വന്ന അഭിമുഖം, ആ അഭിമുഖം തയ്യാറാക്കിയതും ഇതേ കേസൻ കമ്പനി തന്നെയാണ്.
മുഖ്യമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങൾ അഭിമുഖമായി പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവർ ഖലീജ് ടൈംസിനെ കഴിഞ്ഞ മാസം ആദ്യം ഇമെയിൽ വഴി ബന്ധപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രളയം, പുനരധിവാസം എന്നിവ സംബന്ധിച്ച് മാത്രമായിരിക്കണം ചോദ്യങ്ങൾ എന്നുള്ള നിർദ്ദേശങ്ങൾ അടക്കമുണ്ടായിരുന്നു. ഇത് പ്രകാരം ഖലീജ് ടൈംസ് തയ്യാറാക്കിയ ചോദ്യങ്ങൾ കേസിന് അയച്ചു കൊടുക്കുന്നു. മറുപടി ഇവർ ഖലീജിന് തിരികെ നൽകുകയും ചെയ്യുന്നു. മലയാളത്തിലുണ്ടായിരുന്ന ഒരു അഭിമുഖമായിരുന്നു. മുഖ്യമന്ത്രിയുടെ സ്വന്തം പബ്ലിക് റിലേഷൻ ജോലികൾക്കായിട്ട് മാത്രം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഏകദേശം സർക്കാർ ഖജനാവിൽ നിന്ന് മാസം 12 ലക്ഷത്തോളം രൂപയാണ് ശമ്പളത്തിനായിട്ട് മാത്രം ചെലവിടുമ്പോഴും. അവിടെയാണ് ഈ വൻതുക പ്രതിഫലം പറ്റുന്ന പാൻ ഇന്ത്യൻ PR ഏജൻസികളുടെ സേവനം മുഖ്യമന്ത്രി തേടുന്നത് എന്നുള്ള വാർത്ത ചർച്ചയാകുന്നതും വിവാദമാകുന്നതും. ഇവിടെ നമ്മൾ 12 ലക്ഷം രൂപ കൊടുത്ത് ആൾക്കാരെ ഇരുത്തിയിട്ടുണ്ട് PR വർക്ക് നടത്താനായിട്ട്. പക്ഷേ അതിനപ്പുറമാണ് സ്വകാര്യ കമ്പനികളെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. PR ഏജൻസി മുഖാന്തരമോ അല്ലെങ്കിൽ ആ PR ഏജൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ പറയാൻ കഴിയുള്ളൂ എന്നുള്ള ചോദ്യം സമൂഹം ചോദിക്കുന്നുണ്ട്. PR ഏജൻസി മുഖാന്തരമോ മുഖ്യമന്ത്രിയുടെ അഭിമുഖം കിട്ടുകയുള്ളൂ എന്നുള്ള ചോദ്യം ഇപ്പോൾ മറ്റൊരാൾ ചോദിക്കുന്നത് BJPയുടെ സംസ്ഥാന വക്താവായിട്ടുള്ള സന്ദീപ് വചസ്പിയാണ്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടാണ് ചോദിക്കുന്നത്. അതായത് കേരളത്തിൽ യഥാർത്ഥത്തിൽ ആരാണ് മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ആരാണ് താങ്കളുടെ ഓഫീസ് ഭരിക്കുന്നത്? അതിന് ഏതെങ്കിലും കമ്പനി ഏൽപ്പിച്ചോ എന്നൊക്കെ സന്ദീപ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നുണ്ട്. സന്ദീപ് വചസ്പിയുടെ കുറിപ്പ് എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. അതായത് പിണറായി വിജയൻ എന്ന് വിളിച്ച നാവ് കൊണ്ട് PR വിജയൻ എന്ന് മാറ്റി വിളിക്കേണ്ടി വന്നതിൽ ഒരു ഖേദവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നു. ഞങ്ങളുടെ ബോധ്യം ഇംഗ്ലീഷ് ദേശാഭിമാനി ഊട്ടി ഉറപ്പിച്ചു എന്ന് മാത്രം. പക്ഷെ താങ്കൾ ഇരുത്തി ചിന്തിക്കേണ്ട ചില സംഗതികളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചില ചോദ്യങ്ങൾ പോലെ സന്ദീപ് ചില ചോദ്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ കാര്യം, ആദ്യത്തെ ഒരു ചോദ്യം ഇങ്ങനെ കുറിക്കുന്നത് ഇങ്ങനെയാണ്: രാജ്യത്തെ ഏറ്റവും പ്രമുഖ ദിനപത്രത്തിന് പോലും PR ഏജൻസി മുഖാന്തരമേ മുഖ്യമന്ത്രിയുടെ അഭിമുഖം കിട്ടുകയുള്ളൂ എന്നതാണോ അവസ്ഥ? 2, എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം താങ്കളുടെ ഓരോ അഭിമുഖത്തിനും ഓഫീസിലെ വിശ്വസ്തന്മാർക്ക് PR ഏജൻസി കമ്മീഷൻ നൽകുന്നത് കൊണ്ടാണോ? 3ാമതായി അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, അഭിമുഖത്തിൽ താങ്കൾ പറയാത്ത കാര്യങ്ങൾ പത്രത്തിൽ അച്ചടിച്ചു വരണമെന്ന് ആരാണ് തീരുമാനിച്ചത് എന്നുള്ളതാണ്. 4ാമതായി 2 ദിവസം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇതേ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞിരുന്നു എന്ന വസ്തുത നിഷേധിക്കുന്നുള്ളൂ എന്നതാണ്. 5ാമതായിട്ട് ഉത്തമ ബോധ്യത്തോടെ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ഉമ്മാക്കി കാട്ടിയാൽ നിഷേധിക്കാൻ തക്കവണ്ണം പിണറായി വിജയൻ പേടിത്തൊണ്ടനാണോ എന്നുള്ളതാണ്. 6ാമതായി ഹിന്ദു ദിനപത്രം കഴിഞ്ഞ ദിവസം തന്നെ വിശദീകരണം നൽകിയിട്ടും താങ്കളുടെ പ്രസ് സെക്രട്ടറി ഹിന്ദു പത്രത്തോട് ഇന്ന് തിരുത്താവശ്യപ്പെട്ടത് എന്തിനാണ്? താങ്കൾക്കൊരിക്കലും ഉത്തരം നൽകാൻ കഴിയാത്ത ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ് താങ്കളുടെ ഓഫീസ് ഭരിക്കുന്നത്? അതും ഏതെങ്കിലും കമ്പനിയെ ഏൽപ്പിച്ചോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അത് പരിഹാസരൂപയാണെങ്കിലും വിമർശനാത്മകമാണെങ്കിലും അതിനൊരു ഉത്തരം കൊടുക്കുവാൻ ഈ മുഖ്യമന്ത്രിക്ക് കഴിയുമോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ച് അത് അവസാനിപ്പിക്കുന്നുണ്ട്. നമ്മൾ അതേസമയം ഇവരുടെ ഓരോരുത്തരുടെയും സമൂഹത്തിൻ്റെ മുമ്പിൽ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകേണ്ടി വരും. സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഒരു മുഖ്യമന്ത്രിയെയും ഒരു പാർട്ടിയെയും ഒക്കെ ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കുമ്പോൾ പലതരത്തിലുള്ള വിമർശനാത്മകമായിട്ടുള്ള പ്രതികരണങ്ങളും ഉണ്ടാകാറുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മലപ്പുറം വിരുദ്ധ പരാമർശത്തിനെതിരെ AP സുന്ന വിഭാഗം രംഗത്തെത്തി. വിഭാഗത്തിൻ്റെ യുവജന നേതാവായിട്ടുള്ള SSF മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള മുഹമ്മദ് അലി കിനാലൂർ അദ്ദേഹം പറയുന്നത്, ആഭ്യന്തര വകുപ്പ് പ്രതിസന്ധിയിലാകുമ്പോൾ സംഘപരിവാറിന് നാവ് കടം കൊടുക്കുന്നത് വൃത്തികേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നാണ്. അതായത് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിക്ക് താഴാനും ചെയ്യാനും കഴിയുന്നതിൻ്റെ അങ്ങേയറ്റമാണ് ഇത് എന്ന് ചൂണ്ടിക്കാട്ടാതിരിക്കാൻ കഴിയില്ല എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അൻവറിനെ പ്രതിരോധത്തിലാക്കാൻ അല്ലെങ്കിൽ അൻവറിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒടുവിലത്തെ തുറുപ്പ് ചീട്ടും ആ മനുഷ്യൻ ഇറക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. മലപ്പുറത്തെ മുൻനിർത്തി സംഘപരിവാരം കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനയാണ് പത്രത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതായി അടിച്ചു വന്നത് എന്നും ആ അടിച്ചു വന്നതിനെ പിന്നെ തള്ളിക്കളയേണ്ടി വന്ന സാഹചര്യമുണ്ടായി എന്നും മുഹമ്മദ് അലി കിനാലൂർ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു പ്രദേശത്തിൻ്റെയും പേര് അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞില്ല. അത് PR ഏജൻസി കൂട്ടിച്ചേർത്തതാണ് എന്നത് ശരിയായിരിക്കാം. പക്ഷേ അതിനു മുൻപ് നടത്തിയ പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിൽ സ്വർണ്ണക്കടത്തും ഹവാലയും വിശദീകരിക്കുമ്പോൾ മലപ്പുറത്തെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതെന്തിനാണ്? ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിക്ക് താഴാനും ചെയ്യാനും കഴിയുന്നതിൻ്റെ അങ്ങേയറ്റമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന വാദഗതികളോടെ തുടങ്ങുന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ അൻവറിനെ പ്രതിരോധിക്കാൻ ഒടുവിലത്തെ തുറുപ്പ് ചീട്ട് പോലും പിണറായി വിജയൻ ഇറക്കിക്കഴിഞ്ഞു എന്നുള്ള ഓർമ്മപ്പെടുത്തലുമുണ്ട്. മലപ്പുറത്തെ മുൻനിർത്തി സംഘപരിവാരം കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രസ്താവനകൾ തന്നെയാണ് പത്രത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതായി അടിച്ചടിച്ചു വന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്.
ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ജില്ലയായി മലപ്പുറത്തെ മാറ്റിയത് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിൻ്റെ പോലീസാണ് എന്നുള്ളത് ഓർമ്മിക്കുക. ഒരേ കേസിൽ ഒന്നിലേറെ FIRകൾ ഇട്ടുകൊണ്ടാണ് മഹത്തായ നേട്ടത്തിലേക്ക് മലപ്പുറം ജില്ലയെ തന്നെ ആ മഹാൻ എത്തിച്ചത് എന്നുള്ളതാണ്. പോലീസിൻ്റെ ആ നടപടി ശരി തന്നെ എന്നല്ലേ മുഖ്യമന്ത്രി വരികൾക്കിടയിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി അതിനകത്തുണ്ട്. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമാണോ സ്വർണ്ണക്കടത്തും ഹവാലാപ്പണവും പിടികൂടുന്നത്? അവിടെ മാത്രമാണോ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്? അവിടെയെല്ലാം ഒരേ കേസിൽ വ്യത്യസ്ത FIRകൾ ഇടുന്നതാണോ രീതി? ആഭ്യന്തര വകുപ്പ് പ്രതിസന്ധിയിലാകുമ്പോൾ സംഘപരിവാറിന് നാവ് കടം കൊടുക്കുന്നത് വൃത്തികേടാണ് സാർ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും വിശദീകരണം നൽകേണ്ടി വരും ഈ പാർട്ടിക്ക്. പോലീസിലെ സംഘപരിവാർ വൽക്കരണം അത് ആരുടെ ആശീർവാദത്തോടെയാണ് എന്ന് ഇങ്ങനെയും വെളിപ്പെടുത്തരുത്. എല്ലാത്തിനും ഒരു ഒളിയും മറയും ഒക്കെ വേണ്ടത് നല്ലതാണ് എന്നുകൂടി പറഞ്ഞവസാനിപ്പിക്കുന്നുണ്ട്. താൻ തന്നെ അവതരിപ്പിച്ച ട്രൗസർ കത്തിക്കൽ കഥ പൊട്ടിപ്പാളീസായതിൻ്റെ ജാള്യം മറയ്ക്കാനാകണം മുഖ്യമന്ത്രി സ്വന്തം ചന്തിക്ക് തന്നെ ഇപ്പോൾ വെടിവെക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഹിന്ദു പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്ന ഉത്തരങ്ങൾ ബാക്കിയാക്കുന്ന ചോദ്യങ്ങൾ ഇതാണ് എന്നാണ് സുന്നി വിഭാഗത്തിൻ്റെ നേതാവ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. മലപ്പുറത്ത് നിന്ന് പിടികൂടുന്ന ഹവാല പണവും സ്വർണവും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നാണെങ്കിൽ അതിൻ്റെ പേരിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് എത്ര കേസ് രജിസ്റ്റർ ചെയ്തു? സ്വർണവും പണവും ആർക്കു വേണ്ടി കൊണ്ടുവരുന്നു എന്നതിൽ ആഭ്യന്തര വകുപ്പ് എന്ത് അന്വേഷണം നടത്തി? അങ്ങനെ നടത്തിയിട്ടുണ്ടോ എങ്കിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? പിടികൂടുന്ന സ്വർണം പൂർണ്ണമായും സർക്കാരിലേക്ക് എത്തുന്നില്ല എന്ന് തെളിവ് സഹിതം അൻവർ ആരോപണം ഉന്നയിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആഭ്യന്തര വകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറയേണ്ടതല്ലേ? ഇവിടെ സ്വർണം പൊട്ടിക്കൽ അജിത് കുമാർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്. അതായത് ADGP MR അജിത് കുമാർ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു നിയമസഭാ അംഗം പരസ്യമായി അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിട്ട് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് സർക്കാർ അനങ്ങാത്തത് എന്താണ്? സർക്കാർ ആരെയാണ് ഭയക്കുന്നത്? ആരെയാണ് സഹായിക്കുന്നത്? സ്വർണ്ണക്കടത്ത് ഹവാല സംഘങ്ങളുമായി അൻവറിന് ബന്ധമുണ്ട് എന്നാണെങ്കിൽ അതുകൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തി ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകേണ്ടതല്ലേ? കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്ന് സംശയിക്കുന്ന കൊലപാതക കേസുകൾ, ആ കൊലപാതക കേസുകൾ ഒരെണ്ണമെങ്കിലും തെളിയിക്കാൻ ഈ പോലീസിന് കഴിഞ്ഞു. ഇനി അതൊക്കെ പോട്ടെ, മറുനാടൻ യൂട്യൂബറായിട്ടുള്ള ഷാജൻ സ്കറിയ ഒളിച്ചിരിക്കുന്ന സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന്, ആരാണ് അയാൾക്ക് രക്ഷാകവചം ഒരുക്കിയത് എന്ന് പറയാൻ കഴിയുമോ? സർക്കാരിൻ്റെ മടിയിൽ കനമില്ല എന്നാണെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലുണ്ടായ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സ്വതന്ത്ര അന്വേഷണത്തിന് സർക്കാർ സന്നദ്ധമാവുകയല്ലേ ചെയ്യേണ്ടത്? ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി 1.5 വർഷം മുമ്പ് നടത്തിയ കൂടിക്കാഴ്ച, ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രിയെ ഇൻ്റലിജൻസ് അറിയിച്ചിട്ടും എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല? അത് തെറ്റായ നടപടിയാണെന്ന് CPI മുതൽ DYFI വരെ പറഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇപ്പോഴും അയാൾക്ക് സുരക്ഷയൊരുക്കുന്നത് എന്തുകൊണ്ട്? അയാളെ എന്തുകൊണ്ട് ചുമതലയിൽ നിന്ന് നീക്കുന്നില്ല? ഈ ചോദ്യങ്ങൾ പൊതുസമൂഹം വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ തന്നെയാണ് സുന്നി വിഭാഗവും ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഹിന്ദു പത്രത്തിലെ അഭിമുഖം അൻവറിൻ്റെ ആരോപണങ്ങളെ ശരിവെക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറത്തെ മുൻനിർത്തി മറ്റൊരു ധ്രുവീകരണത്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. മലപ്പുറം ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും മുസ്ലിം തീവ്രവാദത്തിൻ്റെയും കേന്ദ്രമാണ് എന്ന് മുഖ്യമന്ത്രി നേർക്കുനേർ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പറയാതെ പറഞ്ഞതിൽ അതുണ്ട് എന്നുള്ളതാണ്. RSS ബന്ധം ADGPയെ ചുമക്കുന്നതിൽ മാത്രമല്ല എന്ന് സംശയിക്കേണ്ടി വരുന്ന സാഹചര്യം. RSS ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് ഏതായാലും ഒരു ഉത്തരമല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും സ്വർണവും ഒപ്പം തന്നെ PR ഏജൻസികളും ഇത്തരത്തിലുള്ള ഹവാല ഇടപാടുകളും ഒക്കെ കൂടെ ചേർന്ന് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ 2ാം ഗവൺമെൻറ്റിനെ തകർത്ത് തരിപ്പണമാക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു എന്നുള്ളത് വേദനാജനകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ സ്വകാര്യ PR ഏജൻസികൾക്ക് നൽകുന്ന പണം അത് ഏത് അക്കൗണ്ടിൽ നിന്ന് എന്നതിൽ ഒരു വ്യക്തതയില്ലാത്ത കാലഘട്ടമാണ്. ഏതായാലും ഇപ്പോൾ നിയമസഭാ സമ്മേളനം ദിവസങ്ങൾക്കുള്ളിൽ തുടങ്ങാൻ പോവുകയാണ്. ഈ വിഷയങ്ങളൊക്കെ പ്രതിപക്ഷം നിയമസഭയ്ക്കുള്ളിൽ കൃത്യമായും ചർച്ചയാക്കുമെന്നുള്ള കാര്യം ഉറപ്പുമാണ്. അതിൻ്റെയൊക്കെ സൂചനകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ എങ്ങനെ സഭയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി പ്രതിരോധിക്കുമെന്നതാണ് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. പാർട്ടി എങ്ങനെ പ്രതിരോധിക്കും? മുഖ്യമന്ത്രി എങ്ങനെ പ്രതിരോധിക്കും? എന്ത് നാണക്കേടിനും ചുമന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പാർട്ടി സംവിധാനം വളച്ചൊടിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനകളാണ് പ്രതിരോധമില്ലാതെ പരിചയമില്ലാതെ നിൽക്കുന്നവർ. വെട്ടാൻ വാളുണ്ട് പക്ഷെ തടയാൻ പരിചയമില്ല എന്നുള്ള കണക്കിനെ ഒരു സർക്കാരും ഒപ്പം ഒരു പാർട്ടിയും നിൽക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കും. അപ്പോൾ ഇങ്ങനെ പല ചോദ്യങ്ങൾ നിയമസഭയിൽ വരുമ്പോൾ അതിനും കൃത്യമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാകേണ്ടതുണ്ട്.
പൊതുസമൂഹം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പൊതുസമൂഹത്തിനോട് ഉത്തരം പറയാനുള്ള ബാധ്യത എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കുണ്ട്. അവിടെ എം.വി. ഗോവിന്ദൻ മൗനം പാലിച്ചതുകൊണ്ടോ സഭയിൽ മുഖ്യമന്ത്രി മൗനം പാലിച്ചതുകൊണ്ടോ ഉത്തരമാകില്ല എന്ന് പറയട്ടെ. മാത്രമല്ല, പി.വി. അൻവർ തുറന്നുവിട്ട കൊടുങ്കാറ്റുകൾക്കൊപ്പം ഈ PR വിവാദവും സർക്കാരിന് വല്ലാത്ത തലവേദനയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ വിവാദങ്ങൾ കെട്ടടങ്ങുമ്പോൾ മറ്റൊരു വിവാദങ്ങൾ ഉടലെടുക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. വാർത്താവിചാരം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.